ഹലോ ഫ്രണ്ട്സ്, സച്ചിൻ ഡേവിഡ്. ഇന്നത്തെ വിശേഷങ്ങൾക്ക് ഏവരും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണാൻ ആരെങ്കിലും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ ശ്രുതിനെ അടിച്ച് പുറത്താക്കിയല്ലോ. അപ്പോൾ ശ്രുതി നമ്മുടെ ഷോറൂമിലേക്ക് കയറി വന്നേക്കുവാണ്. ശ്രുതി എന്നോട് ക്ഷമിക്കണം, ശ്രുതി ഇത് എല്ലാം ചെയ്ത് ശ്രുതിക്ക് വേണ്ടിയാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക്, എനിക്ക് വേണ്ടിയോ? നീ കള്ളത്തരം പറഞ്ഞ് നിന്റെ അച്ഛൻ അവിടെയാണ്, അമ്മാവൻ അങ്ങനെയാണ്, ഇളയപ്പൻ അവിടെയാണ് എന്നൊക്കെ കള്ളം പറഞ്ഞ് വന്നത് എനിക്ക് വേണ്ടിയാണ്. നീ നിലനിൽക്കാൻ വേണ്ടി, നിന്റെ നിലനിൽപ്പിന് വേണ്ടി ചെയ്തല്ലേ. എന്നോടെങ്കിലും സത്യം പറയത്തില്ലായിരുന്നു. ഇല്ല, ഇത്ര നാൾ മറച്ചു വെച്ചത് ശരിയാണ്, അത് തെറ്റാണ്, പക്ഷേ എല്ലാം നിനക്ക് വേണ്ടി കൂടെ തന്നെയാണ് ചെയ്യുന്നത് പറഞ്ഞു. എനിക്ക് വേണ്ടിയോ? ശ്രുതി കള്ളം പറയരുത് ശ്രുതി. കാരണം ഇതെല്ലാം മറച്ചു വെക്കേണ്ട കാര്യം നിനക്ക് ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്ക്, നീ കാണിച്ച പരിപാടിയെല്ലാം ഭയങ്കര മോശമാണെന്ന് പറയുമ്പോഴത്തേക്ക് പറയാം, ശ്രുതി നീ അങ്ങനെ പറയരുത്. ശ്രുതിക്ക് ബിസിനസ് ഉണ്ടാകാൻ വേണ്ടി, ബിസിനസ് വളരാൻ വേണ്ടി ഞാൻ കാരണം കൊണ്ട് ഈ ബിസിനസ് ഉണ്ടായത്, ഞാൻ കാരണം കൊണ്ട് ശ്രുതിക്ക് ഇങ്ങനെ ഒരു ഷോറൂം വന്നത്, ഇതെല്ലാം ആയിട്ട് പോലും ശ്രുതി എന്നോട് കാണിക്കുന്നത് വളരെ മോശമാണ് എന്ന് പറയുമ്പോഴത്തേക്ക്, നിന്നോട് കാണിക്കുന്ന മോശമോ? ഞാൻ നിന്നോട് കാണിക്കുന്ന മോശമൊന്നുമില്ല, നീ ഓരോ പ്രാവശ്യം കള്ളത്തരം കാണിക്കുമ്പോഴും നിന്നെ സേവ് ചെയ്യാൻ നോക്കിയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴത്തേക്കാണ് ചന്ദ്രമതി അങ്ങോട്ട് കയറുന്നിട്ട് ചോദിക്കണം, നീ എന്നെ ഇവിടെ ചോദിക്കുക, നിന്നോട് ആരാടാ ഇവിടെ വിളിച്ചു വരുത്താൻ ചോദിക്കുമ്പോഴത്തെ പറയാം, അമ്മ ഞാൻ സത്യമായിട്ട് വിളിച്ചു വരുത്തിയില്ല, അവളായിട്ട് കയറി വന്നതെന്ന് പറയണം. അവളായിട്ട് കയറി വന്നതോ? കള്ളം പറയരുതെന്ന് പറയാം. ഇല്ല, സത്യമായിട്ട് അമ്മ അവളായിട്ട് കയറി, നിനക്കെന്താണ് ഇവിടെ കാര്യം, ഇറങ്ങടി പുറത്ത് എന്നൊക്കെ പറഞ്ഞ് അടിച്ചുകൊണ്ട് പോകണം. അണ്ണ ശ്രുതി പറയാം, ആൻറ്റി ഞാൻ ചെയ്ത തെറ്റാണ്, പക്ഷേ എന്നോട് ക്ഷമിക്കണം, കാരണം എനിക്കിനി ഞാൻ അങ്ങനെ പഴയ തെറ്റൊന്നും ചെയ്യത്തില്ല എന്ന് പറയുമ്പോൾ, നീ ചെയ്ത തെറ്റെല്ലാം മതി, ഇനി എന്തൊക്കെ തെറ്റുകൾ നിന്നിൽ ഉണ്ടെന്നൊന്നും അറിയത്തില്ല, അതുകൊണ്ട് ഇറങ്ങടി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പിടിച്ച് ഇറക്കിക്കൊണ്ട് പോവാണ്, വലിച്ചടിച്ചുകൊണ്ട് പോവാണ്. അപ്പം ശ്രുതി പറയുന്നുണ്ട്, അമ്മ ഈ ഷോറൂമിൻ്റെ അകത്ത് വെച്ച് വേണ്ട, എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക, എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുക, അമ്മ എന്തേ ദയവ് ചെയ്തൊന്ന് അവിടെ നിന്ന് മാറ്, എങ്ങനെയെങ്കിലും ദയവ് ചെയ്ത് അതിൽ നിന്ന് പിന്മാറ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് മാത്രമല്ല ഷോറൂമിൽ ആൾക്കാരെല്ലാം നോക്കിക്കൊണ്ടിരിക്കും, അമ്മ എന്തേ കാണിച്ചുകൊണ്ടിരിക്കുന്ന പറയുമ്പോഴത്തേക്ക്, ഇനി മേലെ ഇവിടെ കയറിപ്പോരെന്നൊക്കെ പറഞ്ഞ് പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാറിൻ്റെ അവിടെ കൊണ്ട് തള്ളിയിടുവാണ്. അടുത്ത കാണിക്കുന്ന പറയുമ്പോഴത്തേക്ക്, ഇനി മേലെ ഇവിടെ നീ കയറ്റിപ്പോരെന്നൊക്കെ പറഞ്ഞിട്ട് ഇടുവാണ്. അത് കഴിഞ്ഞ് ചന്ദ്രമതി വീട്ടിൽ വരണം. പിന്നെ വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്ക് ചന്ദ്രമതി, രവീന്ദ്രൻ, രവതി എല്ലാം ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഒത്തിരി വൈകിട്ടും നമ്മുടെ ശ്രുതിയെ കാണുന്നില്ല. അങ്ങനെ ബന്ധപ്പെടുത്തേക്ക് ശ്രുതി ചോദിക്കുന്നുണ്ട്, ശ്രുതി ചോദിക്കുക, ശ്രുതിയല്ല രവീന്ദ്രൻ ചോദിക്കുകയാണ്, അവനെ ഇത്ര നേരമായിട്ട് കാണുന്നില്ല, എന്താ പറ്റി, അവനെന്തിനും പറ്റിപ്പോയോ, അവനെന്ന് വിളിക്കുക, അവനെന്ന് വിളിച്ച് സംസാരിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക്, ആര് വിളിക്കുക, എന്ത് വിളിക്കുക, നമുക്ക് വിളിക്കണ്ട, അവനെന്തേലും അവൻ വന്നോളൂ എന്നൊക്കെ പറഞ്ഞു. ഉടനെ ചന്ദ്രമതിയും പറയും, വിളിക്കുക, എങ്ങനെയും വിളിക്കുന്ന, വിളിച്ചു വെച്ചിട്ട് എന്ത് ചെയ്യുന്നത് കിട്ടുന്നില്ല, അതിന് ശ്രുതിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഒരു ഭയങ്കര പേടിയും കാര്യങ്ങളൊക്കെ. പിന്നെ അവളുടെ പുറകെ പോയോ, അവള് ഇല്ലാതെ പറ്റത്തില്ല, ശ്രുതിക്ക് അവളില്ലാതെ പറ്റത്തില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ശ്രുതി കയറി വന്ന് കഴിയുമ്പോഴത്തേക്ക് കാണുന്ന, നീ എവിടെയായിരുന്നു, എന്തായിരുന്നു നോക്കിയാൽ, നീ അവളെ കാണാൻ പോയതാണെന്നൊക്കെ ചന്ദ്രമതി ചോദ്യം ചെയ്യുന്നുണ്ട്. ഇല്ല അമ്മ, എനിക്കൊരു സൗകര്യം, അമ്മ പറയുന്നതനുസരിച്ചല്ല ഞാൻ കേട്ടില്ല ഇത്രയും വർഷം നിന്നത്, ഇനി അമ്മ കേട്ടനുസരിച്ച് നിൽക്കുന്നത്, ഞാൻ അവളെ കാണാൻ പോകത്തൊന്നുമില്ല, അമ്മ ആ കാര്യത്തിൽ പേടിക്കൊന്നും വേണ്ട എന്ന് പറയണു. ഉടനെ ശരി. അപ്പോൾ അതൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ചന്ദ്രമതിനും ഉള്ളിനുള്ളിൽ ഭയങ്കര ഒരു സന്തോഷം, എന്തെന്നില്ലാത്ത സന്തോഷം നിൽക്കുകയാണ്. അപ്പം ചന്ദ്രമതി പറയാണ്, ശരി അങ്ങനെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക്, അകത്തോട് കയറിപ്പോയി കഴിയുമ്പോഴത്തേക്ക് ചന്ദ്രമതി സച്ചിയോട് പറയാണ്, കണ്ടോ ഞാൻ പറയുന്ന കേൾക്കുന്ന എൻ്റെ മകനാ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ചന്ദ്രമതിയോട് രവീന്ദ്രൻ പറഞ്ഞു, എടി അവനൊന്നത് വിഷമിച്ചിരിക്കും, നീ അതിൻ്റെ ഇടയ്ക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കാതെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സീൻ കാണിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി അവൻ്റെ ബാറിലെ കൂട്ടുകാരായിട്ട് ഭയങ്കര വെള്ളമടി, ഒരു പെഗടിക്കും 2 പെഗ് 3 പെഗടിക്കുന്നു, മാറി അടിച്ചടിച്ച് അങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ അവൻ ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇങ്ങനെ എന്തിനാ അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്? അല്ല, അടിക്കണം, കാരണം അടിക്കാണ്ടിരിക്കാൻ പറ്റത്തില്ല, ഞാൻ ഇത്ര നാൾ ഇത്ര നാളും കഴിച്ചില്ലായിരുന്നില്ല, പക്ഷേ ശ്രുതി കാരണം കൊണ്ട് ഓരോ വിഷയങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. സോറി കേട്ടോ, ഒരു ഡിലേ വന്നില്ല. ശ്രുതി ഓരോ ദിവസം കൊണ്ട് ഓരോ കള്ളം പറഞ്ഞ് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ ജീവിതം. അവൾ കാരണം കൊണ്ട് എനിക്ക് വീട്ടിലും നാട്ടിലൊന്നും നിലനിൽപ്പില്ല, ഒരു കല്യാണം കഴിച്ച നല്ലൊരു പാർട്ണറെ തിരഞ്ഞെടുക്കാൻ നോക്കിയത്, പക്ഷേ അവൾ കാരണം കാഴ്ച വേണ്ടോ, നിനക്ക് നിൻ്റെ ഭാര്യ വീട്ടിലുണ്ട്, എൻ്റെ ഭാര്യ എൻ്റെ വീട്ടിൽ, എൻ്റെ ഭാര്യ എന്നെ വിട്ടു പോയി, അവൾ കാരണം കൊണ്ട് അവളോരോ പരിപാടി കാണിച്ചെന്ന് പറഞ്ഞുകൊണ്ട്, എന്നിട്ട് അവിടെ കിടന്ന് ഭയങ്കര അലമ്പൊക്കെയാണ്. അവിടുത്തെ സ്റ്റാഫുമായിട്ടൊക്കെ കിടന്ന് നമ്മുടെ ശ്രുതി അലമ്പൊക്കെയാണ് നമ്മുടെ ബാറിൽ കിടന്ന്.
അത് കഴിയുമ്പോഴത്തേക്ക് നീ 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 സമാധാനത്തോടെ ഇരിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കൂട്ടുകാരൻ ഇരിപ്പുണ്ട്. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ സച്ചിൻ രേവതി ഭയങ്കര ഇട്ടിരിക്കുമ്പോഴത്തേക്ക് സച്ചി പറയുന്നുണ്ട്, "ശ്ശോ, എന്തായാലും അവൻ്റെ കാര്യം ഓർത്ത് വിഷമമുണ്ടല്ലോ" എന്നൊക്കെ പറഞ്ഞിട്ട്, "നീ എന്തിനാ വിഷമിക്കുന്നേ? കരഞ്ഞാൽ അവൻ അല്ല സച്ചിയേട്ടൻ എന്തിനാ വിഷമിക്കുന്നത്? ഇതിപ്പോൾ നേരത്തെ കാര്യങ്ങളെല്ലാം പറയുമായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ രേവതി അല്ല ശ്രുതിനെ വീട്ടിൽ കയറ്റുമായിരുന്നല്ലോ. ശ്രുതി ഇപ്പം അത്രയും കാണിച്ച പരിപാടികളുണ്ടല്ലേ ഇത്രയും സംഭവിച്ച് പോയേ" എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക്, "എന്താണല്ലോ അവൻ ചെയ്ത തെറ്റാണ് ഇപ്പോൾ എന്നാലും അവൻ്റെ അവസ്ഥ ഭയങ്കരമാണല്ലോ" എന്നൊക്കെ പറയുമ്പോഴത്തേക്ക്, എന്തായാലും ശരിയാകും, കുഴപ്പമൊന്നുമില്ല" എന്നൊക്കെ പറയുവാണ്. അങ്ങനെ പറഞ്ഞിരിക്കുക. അടുത്ത് കാണിക്കുന്ന സീൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സുധീനെ പിടിച്ചുകൊണ്ട് വരുവാണ്. അതായത് ബൈക്കിൻ്റെ ബാക്കിൽ ഇരുത്തി പിടിച്ചുകൊണ്ട് വരുവാണ്. രണ്ടുപേരും അടിച്ച് സെറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അടിച്ച് വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നീ ചൊവ്വായിരിക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കണം. അവൻ കിടന്ന് ഭയങ്കര ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക വണ്ടിയുടെ ബാക്കിലിരുന്ന്. അപ്പം പെട്ടെന്ന് പോലീസ് പിടിച്ച് ലോക്കപ്പിലൊക്കെ ആക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കാത്തിരുന്ന് തന്നെ കാണാം ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം. ഇന്നത്തെ ഈ വീഡിയോയിൽ നിന്നും ഇവിടെ പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.